ഇപ്പോഴും സാമ്പത്തിക ചെറുക്കത്തിൽ ബുദ്ധിമുട്ടിലും തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഷോർട്ട് ഫിലിം ഇപ്പോൾ എന്തെങ്കിലും കിട്ടുന്നതാണ്. എൻ്റെ വീട്ടിൽ കിട്ടിയ ഉടനെ തന്നെ എന്തായാലും വീട്ടിൽ ആരും ജോലിക്ക് പോകാനില്ല. റേഷനറി ഉണ്ട് ഉള്ളതുകൊണ്ട് അതുപോലെ ഏതായാലും നീലക്കാടും അല്ല റോസ് കാർഡും അല്ല അതിലും താഴെക്കാട് എനിക്ക് പറയുന്നതിന് ഒരു നാണക്കേടുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന അതുകൊണ്ട് നല്ല രീതിയിൽ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആലോചിച്ച് നോക്കുക, ഒരു പ്രമുഖ സിനിമാ താരത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താണ്? റേഷൻ കാർഡ്, മഞ്ഞക്കാർഡ്, 3 നേരവും റേഷനരി ആർക്കാണ് കൊടുക്കുന്നത്? ഋതപ്പന്. ഋതപ്പന്റെ ആരോഗ്യസ്ഥിതി കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയിരുന്നു. ഋതപ്പന് നല്ല രീതിയിൽ പോഷകാഹാരക്കുറവുണ്ട്. എന്നാൽ തങ്കപ്പൻചേട്ടന്റെ കാര്യത്തിൽ അതല്ല അവസ്ഥ. തങ്കപ്പൻചേട്ടന്റെ വീട് മാന്തിപ്പൊളിക്കുന്ന സീനുകൾ കണ്ടപ്പോൾ അദ്ദേഹം എന്തായാലും ഈ 3 നേരം റേഷനരി കഴിച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. റേഷനരി 3 നേരം കഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും ശക്തി കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ്. തങ്കപ്പൻചേട്ടൻ കോംപ്ലാനോ ബൂസ്റ്റോ എന്തൊക്കെയോ കഴിക്കുന്നുണ്ട് എന്നുള്ള സംശയം ബലപ്പെടുന്നുണ്ട്. സാമ്പത്തിക പ്രശ്നം അതിരൂക്ഷമായിരിക്കുന്നു. എന്നാൽ അതിനിടയിൽ ഈ പറഞ്ഞ ഗ്ലൂട്ടാത്തയോണിന്റെ ഇഞ്ചക്ഷനും ഒക്കെ പൈസ അതൊക്കെ എന്താ ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതാണ് അവര്. അതിന്റെയൊക്കെ ചെലവിലേക്ക് എങ്ങനെയാണ് പൈസ കിട്ടുന്നത്? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. രേണു സുധിയുടെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ഇന്റർവ്യൂവിൽ ചില നിർണായക വെളിപ്പെടുത്തലുകൾ രേണു സുധി നടത്തിയിരിക്കുന്നു. എന്നോടൊപ്പം തന്നെ ഫിറോസിന്റെ മാപ്പ് കുറച്ചിൽ. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ 2 ഭാഗത്തും മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്നു. ഗുരുതര മിസ്റ്റേക്കാണ് 2 പേര് ചെയ്തിരിക്കുന്നത്. അതിലേക്കൊക്കെ നമുക്ക് വരാം. രേണു സുധി എന്താണ് ഏറ്റവും ഒടുവിൽ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? നമുക്ക് ഓരോന്നോരാന്നായിട്ട് നോക്കാം. അതിനുമുമ്പ് ആദ്യമേ നമ്മുടെ ചാനൽ കാണുന്നവർ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. എന്ത് വർക്ക് ചെയ്താലും അതിനോടുള്ള ആത്മാർത്ഥത. ഇപ്പം ഇന്നലെ തന്നെ ഡയറക്ടർ പറഞ്ഞു, ആ സിനിമയുടെ ഡയറക്ടർ, വലിയ സിനിമയാണ്, സിനിമയുടെ ഡയറക്ടറിനോട് ആരോ വിളിച്ച് പറഞ്ഞു രേണു സുധിയൊക്കെ അഭിനയിപ്പിക്കണോ, നെഗറ്റീവ് ഒക്കെ കേൾക്കത്തില്ലേ? ഡയറക്ടർ പറഞ്ഞു രേണു സുധി നെഗറ്റീവ് വെക്കുന്നത് അത് സോഷ്യൽ മീഡിയയിൽ അവളെ അറിയാത്തവരല്ലേ പറഞ്ഞോട്ടെ. സിനിമ എങ്ങനെ ബാധിക്കുന്നത്? അവൾ അഭിനയിക്കുന്നതാണ് സിനിമയെ, അഭിനയത്തെയാണ്, അല്ലെങ്കിൽ അവൾ അഭിനയിക്കുമല്ലോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. എന്നിട്ട് ആ സാറ് തന്നെ പറഞ്ഞു നിങ്ങൾ ഒരിക്കലും ആ കുട്ടിയെ മാറ്റി നിർത്തരുത്, അഭിനയിക്കത്തില്ല എന്ന് പറഞ്ഞു. അവൾ നന്നായിട്ട് ആവേശം ചെയ്തിട്ടുണ്ട്. സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങൾ കണ്ടു. രേണു സുധിക്ക് അവസരം നിഷേധിക്കാൻ വേണ്ടി വലിയൊരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സംശയമുണ്ട്. കാരണം രേണു സുധിക്കാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വർക്ക്. ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഈ പറഞ്ഞ 5000, 6000, ഞാൻ ഇന്നലെ 1,80,000 കണക്ക് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് 5000, 6000 വെച്ച് ഡെയിലി മേടിക്കുന്ന രേണു സുധി ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കുന്നില്ല. അതായത് ഒരു ലീവ് പോലും എടുക്കാതെ ആൽബങ്ങളും സിനിമകളുമായിട്ട് അങ്ങനെ അടിക്കടി അഭിനയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു അഭിനയ സബര്യ തന്നെ നടത്തുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അസൂയാലുക്കാർ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഞാൻ വീട്ടിൽ കസാരം കാലം വെച്ചിരുന്നോളാം, ഇവര് കൊണ്ട് തരട്ടെ, ഇവര് മാസം കൊണ്ട് തരട്ടെ 1 ലക്ഷം രൂപ. ഈ പറയുന്ന ഓരോരുത്തരും എന്റെ അക്കൗണ്ടിലോട്ട് 1 ലക്ഷം രൂപ മാസം തരട്ടെ. ഞാൻ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ഞാൻ ഒരു പരിപാടിക്ക്, ഒരു മീഡിയയ്ക്ക് മുന്നേ ഞാൻ പോകത്തില്ല. ഈ 1 ലക്ഷം എന്നുള്ളത് കുറച്ചൊന്ന് കുറയ്ക്കാൻ പറ്റുമോ? ഒരു 85,000, 90,000 രൂപ എങ്ങനെങ്കിലും ഒന്ന് സംഘടിപ്പിക്കാൻ നോക്കാം വീട്ടിൽ ഇരിക്കാൻ വേണ്ടി. ഈ ഒരു വീടുണ്ടാക്കാൻ ആളുകൾ സമാഹരിച്ച പോലെ ഏതെങ്കിലും സംഘടനകൾ മുന്നോട്ട് വരികയാണെങ്കിൽ ഈ ഒരു അഭിനയ സബര്യ അങ്ങ് തടയിടാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ 1 ലക്ഷം രൂപ വേണം മാസം, 1 ലക്ഷം രൂപ മാസം സംഘടിപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു അഭിനയ സബര്യക്ക് തടയിടാൻ സാധിക്കും. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ അതിനും ആരെങ്കിലും ഒക്കെ മുന്നോട്ട് വരും. ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കണമെങ്കിൽ ഒരു കഴിവ് വേണ്ടേ? വെറുതെ ഉള്ളവരെ കൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി അവരെന്നാ കാണിക്കും? അപ്പം അദ്ദേഹം പറഞ്ഞത് ഈ എല്ലാവരും രേണു സുധിയെ കുറ്റം പറയുന്നല്ലോ. ഞാൻ ആ സ്ക്രീനിന് പുറകെ ഇരുന്ന് അല്ലെങ്കിൽ സ്ക്രീനിന് മുമ്പ് ഇരുന്ന് കാണുന്ന രേണു സുധി ആ ഒരു ക്യാരക്ടറാണ് ചെയ്തത്. അവര് നന്നായിട്ട് ചെയ്തു. ഞാനല്ല പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തിന് പൈസ കൊടുത്ത് പറയിപ്പിച്ചല്ല. അതാണ് ഓരോ സംവിധായകരും അഭിനയിപ്പിക്കുന്ന ഓരോ സംവിധായകരും പറയുന്നത് രേണു സുധി അഭിനയിച്ചത് കൂടിപ്പോയെന്നാണ്. അത്തരത്തിൽ അഭിനയം കൂടിപ്പോയ ഏറ്റവും പുതിയ സിനിമ, ഈ അഭിനന്ദന പ്രവാഹങ്ങൾ കിട്ടിയ ആ ഒരു സിനിമയുടെ ക്ലിപ്പിംഗ് നമുക്കൊന്നുകൂടെ ഒന്ന് കാണാം. ചേച്ചി, വീണ്ടും മഹമ്മൂദ് നമുക്ക് പാരയും കൊണ്ടിട്ടുണ്ട്. നമ്മളെ പിള്ളേരൊക്കെ പിടിച്ചിട്ടുണ്ട്. ആനന്ദേ, അവന്റെ ജോലി അങ്ങ് തെറിപ്പിച്ചേക്കടാ. ഹരി, ആ മഹമ്മൂദിനെ സ്ഥലം അങ്ങ് മാറ്റിച്ചേക്ക്, അല്ലെങ്കിൽ വേണ്ട അവന്റെ തൊപ്പി അങ്ങ് തെറിപ്പിച്ചേക്ക്. അവൻ നാട്ടിൽ പോയി വല്ല കൃഷിപ്പണി എടുത്ത് ജീവിക്കട്ടെ. ഈ രീതിയിലുള്ള അഭിനയം കണ്ടു കഴിഞ്ഞാൽ ഏത് സംവിധായകനാണ് കണ്ണീക്കിട കണ്ണീര് വരാത്ത? അഭിനന്ദിക്കാൻ ആരാണ് മടി കാണിക്കുക? ഇനിമേ അഭിനയത്തിന്റെ കാര്യത്തിൽ ഒരു രീതിയിലും കോംപ്രമൈസിന് തയ്യാറാവാത്ത ഈ ഒരു പ്രമുഖ നടിയുടെ അഭിനയ സബര്യ തുടർന്നുകൊണ്ടേയിരിക്കും. അതിരിക്കട്ടെ, പുതിയ പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? ആരാണ് കോംബോ ആയിട്ടൊക്കെ വരുന്നത്? പ്രതീക്ഷ ഉണ്ട് എന്റെ പേരായിട്ട്, ഹസ്ബൻഡായിട്ടാണ് അഭിനയിക്കുന്നത്. അത് സാറ് തന്നെ, ഡയറക്ടർ സാറ് തന്നെ അത് പറഞ്ഞായിരുന്നു. ഞാനും പ്രതീക്ഷും വൈഫ് ആൻഡ് ഹസ്ബൻഡായിട്ടാണ് ഫാമിലി സർക്കസ് മൂവിയിൽ അഭിനയിക്കുന്നത്. നിതീഷ് നായർ സാർ തന്നെ ഇത് പറഞ്ഞിരുന്നു, പുറത്തു വിട്ടത്.
നല്ലൊരു വേഷമാണ്, കണ്ടിന്യൂ ഒരു വേഷമാണ് അല്ലേ? അതെ അതെ, കണ്ടിന്യൂ വേഷമാണ്, നല്ല വേഷമാണ്. വേഷം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. സ്ഥാനത്തിൽ ജിൻഡാണ് നായകനായിട്ട് വരുന്നത്. ഒരുപാട് ആർട്ടിസ്റ്റ് വരുന്നുണ്ട്. ഒത്തിരി സന്തോഷം ഈ ഒരു മൂവിയിലേക്ക് വിളിച്ച ചേഞ്ച് മൂവി സാറ് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. കാരണം ഒരുപാട് പേര് അഭിനയത്തെ കുറ്റപ്പെടുത്തുമ്പോഴും വലിയൊരു ഡയറക്ടറാണ് ഇത്രയും പേരുടെ മുന്നിൽ പറഞ്ഞത്. രേണുസുതി അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം സാറ് കൈയടിച്ചായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞ് നന്നായിട്ട് ചെയ്തു, ഒരൊറ്റ ടേക്കെന്നൊന്നും ഞാൻ പറയത്തില്ല, ടേക്കിൽ രേണു നന്നായിട്ട് ചെയ്തു എന്ന് സാറിൻ്റെ വായിൽ നിന്നത് കേട്ടപ്പോൾ ഇപ്പം ഇത്രയും പേരുടെ മുന്നിൽ നിന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ അഭിമാന നിമിഷമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. ആലോചിച്ച് നോക്കുക, നിതീഷ് കെ നായർ സാറ്, അദ്ദേഹം പ്രമുഖ സംവിധായകനാണ്. ഈ പറഞ്ഞ അടൂർ ഗോപാലകൃഷ്ണൻ അല്ലെങ്കിൽ പ്രിയദർശൻ, ഈ പറഞ്ഞ ജോഷിയൊക്കെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു പഹയനാണ്. ആ ഒരു പഹയന്റെ കയ്യിൽ നിന്നൊക്കെ അഭിനന്ദനം നേടിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ കാര്യമാണോ? അതായത് ആക്ഷൻ പറഞ്ഞെടുത്ത് കട്ട് പറയാൻ മറന്നുപോയി, കട്ട് പറഞ്ഞെടുത്ത് ആക്ഷൻ മറന്നുപോയി. രേണുസുതിയുടെ അഭിനയം കണ്ടിട്ട് തരിച്ചു നിന്നുപോയി. ഏതൊരു സംവിധായകനും അത്തരത്തിലൊരു ഹലാക്കിലെ അവസ്ഥയിലേക്ക് പോകും. ആ രീതിയിലുള്ള അഭിനയമാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏറെ സന്തോഷം. പ്രതീക്ഷമായിട്ടൊരു കോംബോ ഈ സിനിമയിലും സംവിധായകൻ പറഞ്ഞു, അതായത് ആ ഒരു കോംബോ തന്നെ തുടർന്നോട്ടെ. കാരണം അത്രയും അധികം അംഗീകാരം നേടിയെടുത്ത ജനങ്ങൾ അംഗീകരിച്ച ഒരു കോംബോയായി പ്രതീഷ് രേണുസുതി കോംബോ മാറിയിരിക്കുന്നു. പിന്നെ ഇവരുടെ ഈ സിനിമകൾ അത് ഏത് സ്ഥലത്താണ് റിലീസാവുന്നത്? മറ്റേതെങ്കിലും സംസ്ഥാനത്താണോ? നമ്മുടെ നാട്ടിലെ തിയേറ്ററുകളിലൊന്നും അങ്ങനെ വന്ന് കണ്ടിട്ടില്ലല്ലോ. എന്താണ് ആക്ച്വലി ഈ സിനിമകൾ പ്രത്യേക തരത്തിലുള്ള ഒരു ആളുകൾക്ക് വേണ്ടി ഉദ്ദേശിച്ച ചില ആർട്ട് ഫിലിമിന്റെ ഭാഗമാണ്. പ്രതീക്ഷനെ കാണുന്നു. ഭാഗ്യ ജോഡിന്ന് താരജോഡികൾക്കുള്ള മികച്ച താരജോഡികൾക്കുള്ള അവാർഡ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടി. അവാർഡെന്ന് പറയാൻ പറ്റില്ല, അന്നേരം പ്രശ്നമാണ്. മികച്ച ഭാഗ്യ ജോഡികൾക്ക് അവാർഡ് കിട്ടിയത് അഭിനയത്തിനാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ആ ചോറ് വാരി കൊടുക്കലിനാണ്. ആ ചോറ് വാരി കൊടുക്കലിന്റെ സീൻ ചിലർ ചോദിക്കുന്നുണ്ട്, അതിലെന്താണ് ഇത്ര എടുത്തു പറയാനുള്ളത്, സഹോദര സ്നേഹമല്ലേന്ന്. ആ ഒരു സീൻ നമുക്ക് ഒന്നുകൂടൊന്ന് ക്ലിയർ ആയിട്ട് ഒന്നുകൂടൊന്ന് നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റട്ടെ. ഞാൻ ആദ്യം ഇത് കണ്ടപ്പോൾ വിചാരിച്ചത് ആ കുഞ്ഞിന് ചോറ് വാരി കൊടുക്കാനാണ് രണ്ടുപേരും ശ്രമിക്കുന്നതെന്നാണ്. പിന്നീടാണ് മനസ്സിലായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോറ് വാരി കൊടുത്തുകൊണ്ടുള്ള ഒരു കലാപരിപാടിയാണെന്നും. ആ കുഞ്ഞിന്റെ ആ ഒരു റിയാക്ഷൻ നോക്കുക, ആ കൊച്ചു കുഞ്ഞ്, അതാ പ്രതീഷ് എന്ന് പറയുന്ന പഹയന്റെ കൊച്ചാന്ന് വിചാരിക്കുന്നു. ആ കുഞ്ഞ് കരുതിയത് രണ്ടുപേരും കുഞ്ഞിന് ചോറ് വാരി കൊടുക്കുമെന്നാണ്. ഇനി മുമ്പ് കൊടുത്തോന്ന് എനിക്കറിയത്തില്ല. ആ ഒരു കുഞ്ഞിനെ പോലും ഇവരുടെ ഒരു പേക്കൂത്ത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. മാത്രമല്ല ബാക്കിലിരിക്കുന്ന ഒരു പഹയൻ, ദൂരോട്ടിരിക്കുന്ന ഒരു പഹയൻ കണ്ടില്ലേ, ഓനൊക്കെ ഇങ്ങനെ നോക്കുവാണ്. യുദ്ധങ്ങൾക്ക് വേറെ ഒരു പണിയില്ലെന്ന് ഓൻ നോക്കി ചിരിക്കുന്നുണ്ട്. എനിവേ ഈ ഒരു സീൻ കണ്ടിട്ടായിരിക്കാം ഒരുപക്ഷെ ഇവർക്ക് ഏറ്റവും നല്ല ജോഡിക്കുള്ള അവാർഡ് കൊടുത്തു. ഇതിനു മുമ്പ് ഈ രീതിയിൽ ചോറ് വാരി കൊടുത്ത കോംബോകൾ മലയാള സിനിമാ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എനിവേ ആരാലും തടുക്കാൻ കഴിയാത്ത വിധം അഭിനയ സബര്യ ഈ ഒരു വിവാദങ്ങൾക്കിടയിലും രേണുസുതി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. തങ്കച്ചൻ ചേട്ടന്റെ പുതിയ അപ്ഡേറ്റുകൾ ഒന്നും തന്നെ ഇല്ല. തീർച്ചയായും രേണുസുതിയുടെ അഭിനയ സബര്യ ആർക്കും തടയിടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിലേക്ക് വളർന്നിരിക്കുന്നു. ഇനി വീടിന്റെ വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ രണ്ട് ഭാഗത്തും തെറ്റുണ്ട്. ആ ഒരു വിഷയം ഏകദേശം അവസാനിച്ചു. ഫിറോസ് മാപ്പ് പറഞ്ഞു, അവിടെ ഈ ചോർച്ചയ്ക്കുള്ള കാരണം കണ്ടെത്തി അത് മാറ്റിക്കൊടുത്തു. അത് ചെയ്യാതിരുന്നത് അപാകതയായിരുന്നു. അതുപോലെ തന്നെ ഈ മാന്തി പൊളിക്കുന്ന കേസ് ഇപ്പോഴത്തെ വീടുകളിലൊക്കെ, ഈ പറഞ്ഞ മോഡേൺ വീടുകളിലൊക്കെ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാറുണ്ട്. അത് ചെയ്തത് മിസ്റ്റേക്ക് തന്നെ ആയിപ്പോയി. പിന്നെ മാന്തി പൊളിക്കാൻ ആരും ശ്രമിക്കത്തില്ല. ഇപ്പൊ നമ്മുടെ ഒരു വീട്ടില് അതിൻ്റെ അകത്ത് പെയിന്റ് എന്തെങ്കിലും ഇളവ് വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഇളവ് വരുവാണെങ്കിൽ കൊച്ചുങ്ങൾ ഇളക്കാൻ നോക്കി നമ്മളവരെ വിലക്കും, ഇളക്കലെന്ന് പറയും. കാരണം കൂടുതൽ മോശമാവണ്ട എന്ന് കരുതിയാ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ തങ്കപ്പൻ ചേട്ടൻ ഈ ഇളക്കാൻ നോക്കിയതാണ് വലിയൊരു എന്താ പറയുക, ആൾക്കാർക്ക് ഒരു അനിഷ്ടം ഉണ്ടാക്കിയത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എനിവേ തെറ്റുതിരുത്തി തങ്കപ്പൻ ചേട്ടനും കുടുംബവും ഫാമിലിയായി മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ രേണുസുതിയുടെ സ്വന്തം മകനായ ഋതപ്പിന് റേഷനരി കൊടുക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായി ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.